പ്രിയദർശിനി വിജയിച്ചു. അത് വലിയൊരു സെലിബ്രേഷനായിട്ട് ആളുകൾ, ഞങ്ങളടക്കം എല്ലാവരും കൊണ്ടാടി. പക്ഷെ അതിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന രീതിയിൽ അതിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുക എന്നത് സ്വാഭാവികമാണല്ലോ. പക്ഷെ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച വിഷയം, പ്രിയദർശിനിയിൽ കൂടെ എന്താണ് കിട്ടുന്നത്, ആർക്കാണ് കിട്ടുന്നത്? നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർ വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്തു. ഒരുപക്ഷെ ഒരു സർക്കാർ പ്രോഗ്രാമിൻ്റെ ബെനിഫിഷ്യറികളെ ഇത്രയും അധികം ഇന്റർവ്യൂ ചെയ്ത ഒരു പ്രോഗ്രാം പ്രിയദർശിനിയെ പോലെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലുടനീളമായി ഒരു 10,000 പേരെങ്കിലും ആ അഭിമുഖങ്ങളിൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോക്സ് പോപ്പ് എന്ന് പറയുന്ന പോലുള്ള എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുകയുണ്ടായി. ഞാനും നൂറുകണക്കിന് അഭിപ്രായങ്ങൾ കേൾക്കണമല്ലോ, ഞാനും കേട്ടു. അതിൽ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ജേർണലിസ്റ്റിനോട് പറയുന്ന ഒരു പ്രസ്താവന എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. അവരൊരു സീറ്റിലിരിക്കുകയാണ്. ഒരു ബസ്സിന്റെ സൈഡ് സീറ്റിലിരിക്കുകയാണ്. വിസിബിളി അവർ പൂറാണ്, അവർക്ക് വലിയ പൈസയൊന്നുമില്ല. കണ്ടാൽ അറിയാം അവർക്ക് വളരെ വിഷമിച്ചാണ് അവർ പോകുന്നത്. അപ്പൊ അവര് ജേർണലിസ്റ്റിനോട്, അവരെ ആദ്യമായിട്ടായിരിക്കും ഒരു ജേർണലിസ്റ്റ് അവരോട് എന്തെങ്കിലും ചോദിക്കുന്നത്. ജേർണലിസ്റ്റുകൾക്ക് അവരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, മോളെ, എൻ്റെ ഭർത്താവ് ഒരു രോഗിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനൊരു വീട്ടിൽ സഹായിയായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഏക വരുമാനം. മരുന്നിന് കുറെ പൈസ വേണം. പിന്നീട് അവർ പറഞ്ഞു, പല ദിവസവും ഫുഡ് പോലും കിട്ടാറില്ല. എനിക്ക് 2,500 രൂപയുടെ ലാഭമുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഉണ്ടാകും. ആ തുടങ്ങിയ ദിവസമാണ് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. എനിക്കൊരു മാസം ആ 2,500 എന്ന് പറയുന്നത് ഒരു 2.5 ലക്ഷം എന്ന് പറയുന്ന ഗൗരവത്തിലാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയൊരു ശതമാനം എന്ന് പറയുമ്പോൾ ഒരു 35% ആളുകൾക്ക് 2,500 രൂപ വലിയൊരു പ്രശ്നമൊന്നുമല്ല. നമ്മുടെ സാമാന്യമായ 5 സ്റ്റാറും 3 സ്റ്റാറും 4 സ്റ്റാറും ഒന്നും അല്ലാത്ത ഹോട്ടലിൽ കയറി 4-5 സുഹൃത്തുക്കള് നല്ല നിലയിലൊരു ഭക്ഷണം കഴിച്ചാൽ 3 പൈസ ആവില്ലേ? കുഴിമന്തിയോ ഉള്ളെങ്കിൽ വില കൂടിയ വലിയ വിലയൊന്നും ഇല്ലെങ്കിലും ഒരു നോർമലായി ഒരു ഭക്ഷണം കഴിച്ചാൽ 4-5 അല്ലെങ്കിൽ 5-6 സുഹൃത്തുക്കൾ ഒരു സൗഹൃദ ഭക്ഷണം കഴിച്ചാൽ ഒരു ടേബിളിൽ ഒരു വെയിറ്റിലിടുന്ന ചാർജാണ് 2,000-2,500 ഒരു നേരം. അത് അവരുടെ ഒരു ആഘോഷമാണ്, തെറ്റല്ല. അവരുടെ ജീവിതത്തിൽ വല്ലപ്പോഴും മനുഷ്യർക്ക് ആഘോഷിക്കണ്ടേ? ആ 2,500 രൂപ ഒരു മാസം കൊണ്ട് എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഗദ്ഗത കണ്ടയായി പറയുകയും ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നെ അഭിനന്ദിക്കുകയല്ല ചെയ്യുന്നത്, നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിലെ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ ഒരു ദിവസം 75 രൂപ അല്ലെങ്കിൽ 65 രൂപ 80 രൂപ 85 രൂപ എന്ന് പറയുന്നത് അവരുടെ കുടുംബ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതിൽ കേരളത്തിൽ ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടിടത്താണ് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, കേരളമേ കണ്ണു തുറന്നു നോക്കൂ എന്ന് പുത്തരിക്കണ്ടത്തിൽ വെച്ച്
സാക്ഷാൽ രാഹുൽ ഗാന്ധി കേരളത്തോട് പറഞ്ഞു. അപ്പോൾ നമുക്കതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. KSRTC നശിച്ചു പോകും, അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. കേരളം നമ്പർ 1 അല്ലേ? മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പറഞ്ഞത്, അദ്ദേഹം 10,000 ഡിക്ഷണറികൾ എല്ലാ സ്ഥലത്തുനിന്നും വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ അനുയായികളെല്ലാം വിളിച്ച് അതിൽ ദാരിദ്ര്യം എന്നുള്ള വാക്ക് വെട്ടിക്കളഞ്ഞു. ഓൺലൈനിൽ ദാരിദ്ര്യം എന്നുള്ളത് തന്നെ വെട്ടി തറച്ചു. അപ്പൊ ദാരിദ്ര്യം എന്നൊരു പദം ഇനി മലയാള നിഘണ്ടുവിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു കാലത്താണ് ഒരു സ്ത്രീ പറയുന്നത്, മോളെ എനിക്ക് 2,500 രൂപ ഒരു മാസം എനിക്ക് ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കണോ, തല ഉയർത്തണോ, തല കുനിക്കണോ? ഞാൻ എൻ്റെ അറിവില്ലായ്മയുടെ മുമ്പിൽ തല കുനിക്കും. ബാക്കിയുള്ളവരുടെ കാര്യം അവർ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ജീവിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അവിടെയാണ് സ്നേഹദൂത് ഒരു വീൽ ചെയർ ഇരിക്കുന്നത് അല്ലേ? ഒരു വീൽ ചെയറിന് ഇപ്പം എന്ത് വിലയുണ്ടാ? വീൽ ചെയറിന് എത്ര? അല്ല, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. 5,000 രൂപയുടെ വീൽ ചെയർ. ഈ 2,500 എന്ന് പറയുന്ന പോലെ തന്നെയാണ് 5,000 എന്ന് അത് ആവശ്യമുള്ള ആൾ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു 10-35% ആളുകൾ, അതിൽ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ സംഘടനാ നേതാക്കൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രൊഫഷണലുകൾ, ജേർണലിസത്തിന്റെ മുകൾ തട്ടിൽ നിൽക്കുന്ന നേതാക്കന്മാർ, രാഷ്ട്രീയത്തിന്റെ മുകൾ തട്ടിലുകാരെ ഞാൻ വിളിക്കുന്നു. ഇവരെല്ലാവരും കൂടി ബംഗാളിൽ ഒരു പ്രയോഗമുണ്ട്, ബംഗാളി ഭദ്രലോക്. കേട്ടിട്ടുണ്ടല്ലോ രാജ്യം? ബംഗാളി ഭദ്രലോക് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ അർത്ഥം. അതൊരു കാസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അവർ ബംഗാളി ഭദ്രലോക് എന്ന് പറയുന്നത്. അവിടുത്തെ ബ്രാഹ്മണിക കാസ്റ്റ് തന്നെ വലിയൊരു പെർസെൻറ്റേജാണ്. അപ്പൊ കേരളത്തിൽ അത്ര ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ വിജയം തന്നെയാണ്. പണ്ട് വെറും 5% ഉണ്ടായിരുന്ന ഭദ്രലോക് ഒരു 35-38 ഒക്കെ ആയി, നന്നായി. പക്ഷേ നമ്മൾ താഴെ തട്ടിലുള്ള 35-നെ അല്ലെങ്കിൽ 38-നെ വളരെ ശ്രദ്ധയോടുകൂടി കാണാൻ ഗവൺമെൻറ്റുകൾ തയ്യാറാകണം എന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് പ്രിയദർശിനി ഡിക്ലെയർ ചെയ്തപ്പോഴാണ്. അതിനു മുമ്പും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാമാന്യത്തിലോ അതിലധികമായോ പഠിക്കുകയും സാമാന്യമായ ഗവേഷണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ 15 വർഷം മുമ്പുള്ള 300 രൂപ പെൻഷൻ വൃദ്ധന്മാരും കുട്ടികളും അവരുടെ കൊച്ചുമക്കളുമായുള്ള ബന്ധത്തെ എത്ര നല്ല രീതിയിലാണ് ദൃഢമാക്കുന്നത് എന്ന് എറണാകുളം ജില്ലയിലെ മഴുവന്നൂർ പഞ്ചായത്തിൽ നടത്തിയ ഒരു സർവേയിൽ കൂടി ഞാൻ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു തീസിസ് പേപ്പർ പോലെ, റിസർച്ച് പേപ്പർ പോലെ, തീസിസ് എന്ന് പറയാൻ വയ്യ, ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല. താഴെത്തട്ടിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ വളരെ സീരിയസ് ആണ്. ഇപ്പം തന്നെ നമ്മൾ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, ഈ പ്രസ് ക്ലബ്ബ്. അങ്ങോട്ട് ഇറങ്ങിയ ഊറ്റുകുഴി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. തിരുവനന്തപുരം പരിചയമില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? എല്ലാവരും തിരുവനന്തപുരത്തുകാരല്ലേ, അല്ലേ? പക്ഷെ എന്നാലും ഈ തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായ കുന്നുകളും കുഴികളും, കുന്നുകുഴി എന്നൊരു സ്ഥലം തന്നെ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഊറ്റുകുഴിയായി, ഇവിടെ വെള്ളം വരും, അവിടെ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വരും. തൊട്ടപ്പുറത്ത് നമ്മുടെ എന്താ പറയുക,
രാജാജി നഗറാണ്. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ അടുത്ത കാലത്ത് ഞാൻ ചെന്നപ്പോൾ MLA കൂടിയാണുള്ളൂ. അവിടെ നമ്മുടെ കെ ആന്റണി മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി ഹൗസിംഗ് മിനിസ്റ്ററുമായിരുന്ന സമയത്താണ് അവിടെ ആ വീട്, നല്ല വീടാണ്, അന്നത്തെ നിലയ്ക്ക് വലിയ വീടുകളാണ്, 50 വർഷം പഴക്കമുണ്ട്. ഇതുവരെ താഴെ പോയിട്ടില്ല. 50 വർഷമായിട്ട് നിൽക്കുകയാണ് ചേരി പ്രദേശം. ഒട്ടും മോശമല്ല. പക്ഷെ ഇപ്പോൾ അത് അടർന്ന് ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. താഴെ വീണൊരു സ്ത്രീയുടെ തല വീണ്. അവർക്ക് മനസ്സിലായില്ല, ചോരയൊന്നും വന്നില്ല. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ട്, സീരിയസ് ആണ്, അവരോട് പറയണം എണീറ്റ് നടക്കരുത്. എപ്പോഴാണ് ഹാമറേജ് വരികയെന്ന് പറഞ്ഞു. അവർ രക്ഷപ്പെട്ടു. ഞാനവർ വീട്ടിൽ പോയി. അപ്പോൾ അതിനടുത്തുള്ള വീടുകളിലൊക്കെ കയറിയപ്പോൾ 2ാമത്തെ നിലയിലാണ് ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വലിയൊരു മകനാണല്ലോ പൊതുവിൽ ഞാൻ. അങ്ങനെ കേട്ട് അവിടെ ചെന്ന് എന്താ പേര് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചോദിക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ടായിരുന്നു, അവർ 2 മരിച്ചുപോയി. ഭർത്താവ് മരിച്ചു. ഒരു കൊച്ചുമകനുണ്ട്, അവന് കിടന്നുറങ്ങുന്നു അവിടെ, ചെറിയ ജോലിയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അവരോട് വളരെ ഒരു ഭദ്രലോകിക് ആയ ഒരു രീതിയിൽ സംസാരിച്ചു. അപ്പം അവരെന്നോട് പറഞ്ഞു, അല്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇത് താഴെ വിടാതിരിക്കാൻ എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞാൽ മതി. ഇനി എൻ്റെ തലയ്ക്ക് ഇത് വീഴാതിരിക്കാൻ MLAക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പം ഇത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ പ്രധാനമാണ്. ഇതിനെയൊക്കെ മനസ്സിലാക്കാനും ഒപ്പിയെടുക്കാനും നമുക്കിടയിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇന്ന് ഉമ്മൻചാണ്ടി ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വലിയൊരു ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നോക്കിയാൽ നടക്കാൻ പോകുന്നില്ല. അവിടെയാണ് നമ്മൾ ചെറിയ ചെറിയ സംരംഭങ്ങൾ, ചെറിയ ചെറിയ കാൽവെപ്പുകൾ, ഒരു വീൽ ചെയർ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ MR മനോജ്, അദ്ദേഹത്തിൻ്റെ നല്ലൊരു സ്ഥാപനം ഇതുപോലുള്ള NGO ഉണ്ട്, രാജേശ്വരി ഫൗണ്ടേഷൻ. ഈയിടെ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് മാറണ്ടേ? ഒരു വീട്ടിൽ എത്ര ബെഡ്ഷീറ്റ് ഉണ്ടാവും? സാമാന്യം കുറച്ച് ബെഡ്ഷീറ്റ്. ഇതെല്ലാം അറിയാമല്ലോ, നനയും, കഴുകിയിട്ട് ഉണക്കാൻ വേറെ ബെഡ്ഷീറ്റില്ല. അപ്പം നമ്മൾ ഈ ബെഡ്ഷീറ്റ് ഇടിഞ്ഞു വീഴുന്നൊരു പ്ലാസ്റ്റർ, അല്ലെങ്കിൽ ഒരു ചെറിയ രോഗം, കാലൊടിഞ്ഞ ഒരു മനുഷ്യൻ്റെ ദയനീയത, അല്ലെങ്കിൽ ഒരു വീൽ ചെയർ, അല്ലെങ്കിൽ ക്രിപ്പിൾഡ് ആയിട്ടുള്ള ഒരു മകൻ്റെ കാലിപ്പറുകൾ, അത് മാറണ്ടേ? അല്ലേ? വെച്ചാൽ പോലും ഇടയ്ക്കിടയ്ക്ക് മാറണം. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് ആവശ്യങ്ങൾ ഇത് മുഴുവൻ ഗവൺമെൻറ് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്നില്ല. കഴിയുമോ, വേണോ, വേണ്ടേ എന്നുള്ളതല്ല. അവിടെയാണ് സ്നേഹദൂതിനെ പോലുള്ള സംഘടനകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈയിടെ മറ്റൊരു ചടങ്ങിൽ ചെന്നപ്പോൾ എനിക്കതൊരു വിഷമമുള്ള കാര്യമാണ്. താക്കോൽ ദാനം എന്നാണ് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ ഈ വീട് ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ വീടിൻ്റെ താക്കോല് കൊടുക്കുക, അങ്ങനെയുള്ള ഒക്കെ ഞാൻ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ കാത്തോലിക്ക ബാവയാണ് അതിൽ പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, താക്കോല് അച്ഛൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇവിടെ. അദ്ദേഹം പിന്നെ അവർക്ക് കൊടുത്തോളൂ. ഒരു പാത്രത്തിൽ 4-5 താക്കോല് തന്നു. അത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ബദ്ധശ്രദ്ധരാവേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന കുറേ ആളുകൾ ഇന്ന് ഗൾഫിൽ പോയിട്ടായാലും അമേരിക്കയിൽ പോയിട്ടായാലും സ്വന്തം പഠിച്ചിട്ടായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ചെറിയൊരു തുക മാറ്റിവെച്ചാൽ
ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് കഴിക്കാൻ പറ്റാത്ത, തലയിലേക്ക് പ്ലാസ്റ്റർ വീഴുന്ന ആളുകളെയൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ലയൺസ് ക്ലബ്ബ്, അതുപോലെ തന്നെ റോട്ടറി, ഇവിടെ എല്ലാം പോകുന്നുണ്ടല്ലോ, മിനിസ്റ്ററായിട്ടുള്ള പേരിൽ പ്രത്യേകിച്ച്. അവരെല്ലാം പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, വീട് പണിത് കൊടുക്കുന്ന വലിയൊരു ചിലവേറിയൊരു കാര്യമാണ്. പക്ഷെ ഉള്ള വീടൊന്ന് റിപ്പയർ ചെയ്തൊന്ന് ഒരു 50,000 ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ കുറേ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആളുകളോടൊക്കെ പറഞ്ഞു. അവരതിൻ്റെയൊക്കെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നമ്മുടെ ശങ്കറിനെ കണ്ട സമയത്ത് ഡീറ്റെയിൽസ് പറയാൻ പറ്റിയില്ല. അതുപോലെ നല്ല രീതിയിൽ ആർക്കിടെക്ചർ ചെയ്യുന്ന ആളിനോടെല്ലാം പറഞ്ഞാൽ നമുക്കെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട്, ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതല്ല, നമ്മളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, അതിൽ തന്നെ ഉള്ള വീണുപോയ ആളുകൾ, അവരെയൊക്കെ അവരുടെ ജീവിതത്തിൽ അവരെ കൈപിടിച്ചു ഉയർത്താൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നീണ്ടുപോയി എൻ്റെ പ്രസംഗം ക്ഷമിക്കണം. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.